ഗൈസ് നിങ്ങൾ കണ്ടിക്കണോ? ഇവിടെ റോട്ടുമ്മക്കൂടെയാണ് എന്താ മുറ്റത്ത് വീടിൻ്റെ മുന്നിൽ റോട്ടുമ്മലാണ് കേട്ടോ നിൽക്കണത്. മുറ്റമൊക്കെ മതിയായി. അപ്പോൾ കാല് പൊന്തിക്കടാ, കാല് പൊന്തിക്ക്. അപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ. റോട്ടുമ്മക്കൂടെയാണ് വണ്ടി ഇട്ടത്. ഇപ്പോൾ കുപ്പായിട്ടില്ല, അപ്പം അധികം കാണിക്കാൻ വയ്യ. ഇതാ നടക്ക് നേരെ പോട്ടെ നേരെ വണ്ടി നേരാക്കടാ. മാങ്ങ പിന്നെ കഴിക്കുക. ആ ഡ്രൈവർമാർ വണ്ടി നോക്കണ്ടടാ സെക്കയ്യ്. അപ്പോൾ അതാ വണ്ടി പോവാണ്ട്. അങ്ങോട്ട് തിരിക്കടാ, ഞാൻ ഇവിടുന്ന് ആക്കിയിട്ട് കാര്യമില്ല. അങ്ങോട്ടല്ല നമ്മളെ ഗേറ്റ് ഇതാ അവിടെ ഗേറ്റുമേ കൂടെ പോ. ഗേറ്റ് തുറക്ക്. ഗേറ്റ് എന്താണ് അവസ്ഥ ഗൈസ്? ഇതിപ്പോൾ ഞാനെന്നെ മാങ്ങ തിന്നണ കാരണം കൊണ്ട് ഗേറ്റൊക്കെ മറന്നു പോയിക്കണം. എന്നാ ഇതിലെ ഗേറ്റ് ഇതാ അവിടെ. ചെങ്ങായിയും കയറ്റ് കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കയറിയാൽ വലിയ വിഷയമുള്ള കാര്യമല്ല. പക്ഷെ മൂപ്പര് എന്താ എൻ്റെ വണ്ടിക്ക് ഇതാ ഗേറ്റ് തുറന്നുതരാ. നമ്മളെ വീട്ടിലേക്കുള്ള വഴിയാട്ടത്. മറ്റേ സൈഡിലുള്ളത് എളുപ്പ വഴി ഇതാ കേട്ടോ, മെയിൻ വഴി. ഇങ്ങോട്ട് പോരെ ഇതതില്ലേ ഉണ്ട് ഗൈസ്. മാങ്ങയുണ്ട് ഗൈസ്. എന്താട്ടോ ഞങ്ങൾ 4 വീടാണ് ഇതിനുള്ളിലുള്ളത്. പിന്നെ അപ്പോൾ ഞങ്ങൾ വീട്ടിലുള്ള തന്നെ പെങ്ങന്മാരും അല്ല മക്കളെയും വീടാണ്. അപ്പോൾ ഇതാ കഴിഞ്ഞതാ ഇവിടെ ഉണ്ടല്ലേ ഒരാൾ. അപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഞാൻ പെട്ടെന്ന് വണ്ടി വന്നേലേ പേടിച്ചു പോയി. മൂപ്പര് വണ്ടി വീണ്ടും കൊണ്ടുവന്ന് ഇറക്കി. പിന്നെ എന്താണ് അവിടെ JCB ഉണ്ട്. അപ്പോൾ JCBൻ്റെ ഒച്ച കേട്ടിട്ടാണ് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടെ മാന്തുണ്ട് വീട്. ആ ഇതാ ഇങ്ങോട്ടൊക്കെ യായി ഇതാ മുറ്റത്ത് വൈകുന്നേരം ഈവനിങ് ആകുമ്പോൾ ഇങ്ങനെയാണിത്. മുറ്റം വിട്ട് റോഡെത്തി ഗൈസ്. റോട്ടുമ്മക്കൂടെ പോണ അവസ്ഥയാണ് ഈ കാണുന്നത്. എന്താണ് ചെയ്യുക? നമ്മളൊക്കെ മുറ്റത്തേന് കളിച്ചിരുന്നു. അപ്പോൾ മക്കൾക്ക് മുറ്റമൊന്നും പറ്റൂല. റോഡെത്തിന് കാണിച്ചത് ഇതാണ്. അങ്ങനെ എന്താ കളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ കട്ടാക്കി ആൾക്കാരെ കൊണ്ടേന് പിന്നെ വിരുന്നാരം നേരെ നിർത്തിയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ ചെയ്ത് വെറുതെ ഈവനിങ് അല്ലേ അപ്പം അങ്ങനെ ഇറങ്ങിയതായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, ഗേറ്റിൻ്റെ മുന്നേ നട്ട ബിസിനസ് ഫുള്ള് കയറാം ആൾക്കാരിങ്ങനെ നോക്കുമല്ലോ അല്ലേ. പിന്നെ ഞാൻ എൻ്റെ മോണിറ്റൈസേഷൻ്റെ കാര്യം പറയുന്നത്. മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരുന്നു. പിന്നെ 2 ഗ്രീൻ ടിക്ക് വന്ന്. പക്ഷെ 3ാമത്തെ യൂട്യൂബ് നടത്തുന്നതിന് റിജക്റ്റ് ചെയ്ത് യൂസർ കണ്ടൻറ്റ് എന്നാണ് കാണിച്ചത്. ബിക്കോസ് എന്തോ ഇവിടെ ഒരു മിസ്റ്റേക്ക്. എന്താ ഇനി എഡിറ്റിങ്ങിൻ്റെ പ്രോബ്ലം ആണോ? എഡിറ്റിങ്ങിൻ്റെ ഇതൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഈ മെയ് മാസം 20-ാം തീയതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യണം കേട്ടോ. റബ്ബേ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ബിക്കോസ് ഞാൻ ചെയ്യുന്ന വേണം, അവർ പൂർത്തിയാക്കണമല്ലോ. അടക്ക്. പിന്നെ എന്തായാലും ഇനി 2ാമത് അപ്ലൈ ചെയ്യണം. അതേപോലെ എവിടെ കിടക്ക് ഞാൻ പിന്നെ യൂട്യൂബിൻ്റെ കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് അല്ല കാറ് വരുന്നുണ്ട് ഇങ്ങോട്ട് പിന്നെ ക്രിയേറ്റർമാർക്ക് അയച്ചു. അപ്പോൾ ഒരു പറഞ്ഞ് ഇങ്ങനെ ഡിലീറ്റ് ആക്കിയാൽ വേണ്ടിയിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ 2ാമത് അപ്ലൈ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ പോലെ ചെയ്ത് നോക്കണം. റെഡി ആകുമായിരിക്കും ഇൻഷാ അല്ലാഹ്. റെഡിയായാൽ മതിയേനി. കുറേ കാലത്ത് അധ്വാനാണ്. ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുക എന്നൊക്കെ അറിയില്ലേ. ഒരു നിമിഷം കൊണ്ട് പറയാൻ പറ്റില്ല, നമ്മളെ മിസ്റ്റേക്കാണ്. പിന്നെ എവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് അതാണ്. പിന്നെ എന്താ പറയുക, ഇനി അവിടെ നിൽക്ക റബ്ബേ. ഒരു മിനിറ്റ് ഇട്ടു എൻ്റെ മോന് വണ്ടി അവിടെ നിൽക്ക്. മകൻ റോട്ടുമ്മലായിട്ടൊരു ടെൻഷനാണ്. വണ്ടി വരും എന്നുള്ള പറഞ്ഞിട്ട് കേൾക്കണേ ഇല്ല. റോട്ടുമ്മലല്ല ആ ഒരുപാട് മക്കളുണ്ട് ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ട്, ഓലയിടെയോ കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇനിയിപ്പം 2ാമത് അപ്ലൈ ചെയ്യണം. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ ആവുമായിരിക്കും. അതിലിപ്പോൾ ഞാൻ പറഞ്ഞു വിഷയം മാറിപ്പോയോ. അല്ല, ഓരോന്ന് സംസാരിക്കണതിൻ്റെ ഇടയിൽ ഓരോന്ന് വേറെ ചിന്ത വരുമ്പോൾ എങ്ങനെയാണല്ലോ, വേറെ ചിന്ത വരും. എന്താ പറഞ്ഞ കണ്ടൻറ്റ് എന്താണെന്നുള്ളത് മറന്നു.
അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇൻഷാ അല്ലാഹ് റെഡി ആവുമായിരിക്കും വിചാരിക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ അവർ ആപ്പ് മോണിറ്റൈസേഷൻ എനിക്ക് കൊടുത്തിരുന്നത്. അപ്പം ഞാൻ കുറേ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത്. ഇപ്പം മാറ് ഇനിയിപ്പം രണ്ടാമത് അപ്ലൈ ചെയ്യുമ്പം എന്താ പറയുക, ഇനി മോണിറ്റൈസേഷനിൽ അവറിൻ്റെ ഇത് വ്യത്യാസം വരും എന്നൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ട് കാണുന്നില്ല, എന്താ ചെയ്യാമെന്നറിയില്ല. ഏതായാലും എനിവേ റെഡി ആവുമായിരിക്കും. ആവണം, പ്രതീക്ഷിക്കണേ. ഇതൊക്കെ ചാടി കടന്ന് വന്ന് ഇത്ര ആയില്ലേ, ഇനിയിപ്പോൾ അവൻ കൂടിയല്ലേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് റെഡിയാവും. അപ്പോൾ ആ കാര്യം ഒന്ന് പറയാമെന്ന് കരുതിയിട്ടാട്ടോ ഒരു വീഡിയോ. ഏതായാലും വൈകുന്നേരം ഞാൻ റോട്ടുമരിക്കല്ലേ വിചാരിച്ചിട്ട് എങ്ങനെ ഒരു വീഡിയോ ചെയ്തത് മാത്രം കേട്ടോ. അപ്പം എന്താ പറയുക, ഇനിയിപ്പോൾ കൊടുക്കും. ഇനി അതും കൂടി റെഡി ആയിട്ട് കിട്ടണം, എന്നാലും എൻ്റെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ ഗൈസ്. അപ്പോൾ എന്താ പറയുക, എന്തൊക്കെയോ പറയുന്നുണ്ട്, ടെൻഷനും കാര്യങ്ങളും, റോഡിൻ്റെ ശ്രദ്ധ. ഇത് ആമിർ ഷഹലാണിത്. പിന്നെ എന്താ, ഒന്നാമത് ഇത്ര വണ്ടിയാണ് നമ്മളെ വീടിൻ്റെ അടുത്ത് ഒരാൾ മരണപ്പെട്ടു, ഈ ഒരു ഉമ്മ. അതാണ് മറവ്. ഇന്ന് രാവിലെ മയ്യത്തിട്ടാണ്, പക്ഷേ ഇന്നലെ മരിച്ചിരുന്നു. പക്ഷെ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നും പോയി നിൽക്കണതിനെ കൊണ്ട് അതാണ് റോഡ് നല്ല തിരക്ക്, വണ്ടി ഇങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ എത്ര തിരക്കൊന്നും ഉണ്ടാവില്ല. പിന്നെന്താ പറയുക, അപ്പം റെഡി ആവുമായിരിക്കും വിചാരിക്കണ്. റെഡി ആവട്ടെ. എന്തൊക്കെയോ പറയുന്നുണ്ട് ഗൈസ്, ടെൻഷനും കാര്യങ്ങളും എന്തൊക്കെയോ ഒക്കെ. ഞാൻ ഒന്നാമത് ഈ റൂട്ടുമ്പോൾ വന്നിട്ട് ഇതൊരു വീഡിയോസൊന്നും എടുത്തില്ല, അതിൻ്റെ ഒരു ഇതുണ്ട്. ഏതായാലും കുഴപ്പമില്ല. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അവിടെ എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നതാണോ എന്നുള്ള അറിയില്ല. ഇനിയിപ്പോൾ റിയാക്ഷൻ അത് കുറച്ച് ഡിലീറ്റ് ചെയ്തു കേട്ടോ. നല്ല 18, 20, 25K 30K ഒക്കെ ഉള്ളതായിരുന്നു ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത്. അപ്പം ആദ്യമൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, പറഞ്ഞിട്ട് കാരണം യൂസർ കണ്ടൻറ്റ് അതാണോ എന്നുള്ള അറിയില്ല. എന്തെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. യൂസർ കണ്ടൻറ്റ് എങ്ങനെയാണെന്നുള്ളത് അറിയുകയാണെങ്കിൽ. എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ഞാൻ എനിക്ക് അറിയുന്ന കുറേ ഉണ്ടെങ്കിൽ അതൊക്കെയാണോ സംശയിച്ചിട്ട് ഞാൻ കുറേ ഡിലീറ്റ് ചെയ്തതാണ്. അതാണോ എന്നുള്ളത് എനിക്ക് വല്ല ഐഡിയ ഇല്ല. അപ്പോൾ എന്നാലും അങ്ങനെ ഡിലീറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് അവർ ഇതാവാൻ ചാൻസ്, എന്ത് പോവാൻ. കാരണം കുറേ ഡിലീറ്റ് ചെയ്യുമ്പോൾ അത് കുറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഏതായാലും ഇത്രയൊക്കെയായി. അപ്പോൾ അങ്ങനെ അപ്പം ഇതാണ് എൻ്റെ ഒരു കൊച്ചു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ. അപ്പോൾ വെറുതെ ഇരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് വീഡിയോ വിചാരിച്ചിട്ട് വീഡിയോ ചെയ്തല്ലോ. റോട്ടുമൊക്കെ ഇറങ്ങിയപ്പോൾ എന്നാൽ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്തു പോയ വീഡിയോ കേട്ടോ അത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു റോട്ടുമ്പോൾ ഇറങ്ങിയപ്പോൾ യായിനിയായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതേനി. അപ്പോഴത്തെ ജസ്റ്റ് ചെറിയൊരു വീഡിയോ. അപ്പം എല്ലാവരും അപ്പം എന്താ ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ, ഷെയർ ചെയ്യാത്തവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്യാട്ടോ. അപ്പോൾ സപ്പോർട്ട് തരിക. അപ്പം നാളെ ചെറിയൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരുന്നവരെ ഓക്കെ ബൈ, താങ്ക് യു.